സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കാതെ ഇരിക്കുമ്പോഴാണ് സമൂഹം മേന്മയുള്ളതാകുന്നത്. ഒരു രാജ്യമോ രാഷ്ട്രീയ പ്രസ്ഥാനമോ സമുദായമോ ഏതുമാകട്ടെ, അവിടെ ജനാധിപത്യം പുലരുന്നത് സമത്വത്തോടെ അവിടം സ്ത്രീകളുടെ കൂടി ഇടമാകുമ്പോഴാണ്. കോൺഗ്രസ് ഇന്ന് അതിന് ഒരു ഉത്തമ മാതൃകയാണ്. മറ്റു പാർട്ടികൾ അവരുടെ മന്ത്രിമാരുടെയോ MLA-മാരുടെയോ പാർട്ടി അംഗങ്ങളുടെയോ നേരെയൊക്കെ ലൈംഗിക ആരോപണം ഉണ്ടായപ്പോൾ സ്വന്തം കോടതി ഉണ്ടാക്കി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ തിരിച്ചോ അവരെ തള്ളിപ്പറയാതെ പ്രതിരോധം തീർത്തോ ഒക്കെ രക്ഷപ്പെടാൻ നോക്കിയെടുത്ത് കോൺഗ്രസ് പ്രസ്ഥാനം നടപടിയെടുക്കുകയാണ് ചെയ്തത്. പ്രതിയായ വ്യക്തിയെ കോടതി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പാർട്ടി നേതൃത്വം അയാളെ പുറത്താക്കി. MLA സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ MLA ഏത് സ്നേഹവാത്സല്യത്തിന്റെ പേരിലായാലും ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിനും മുകളിലല്ല പാർട്ടിക്ക് ആ വ്യക്തി എന്ന് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തെളിയിച്ചിരിക്കുകയാണ്. നിയമത്തിന്റെ വഴി സ്വീകരിക്കുമ്പോൾ ജനാധിപത്യം പുലരണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് ആ നിയമത്തിനൊപ്പമാണ്. ആ നീതിന്യായ വ്യവസ്ഥയിലാണ് പാർട്ടി വിശ്വസിക്കുന്നതും. 24x7 മാധ്യമ വിചാരണയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പുറത്താക്കിയ നടപടി സ്വീകരിച്ചത് എന്നതാണ് പ്രധാനം. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഉചിതമായ തീരുമാനമായിരുന്നു അത്. എതിർപക്ഷത്തിന്റെ വാക്ശരങ്ങളോ മാധ്യമ വേട്ടയോ കൊണ്ട് എടുത്തുചാടിയ ഒരു തീരുമാനം എന്നതിലുപരി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അതിനു പിന്നാലെ നടപടി സ്വീകരിക്കുമ്പോൾ അത് തന്നെയാണ് വേണ്ടതെന്ന് പൊതുജനത്തിനും ബോധ്യമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. രാഹുലിന്റെ വിഷയം പുറത്തു വന്നത് മുതൽ മറ്റൊരു വിഷയവുമില്ല എന്ന തരത്തിലാണ് മാധ്യമങ്ങളുടെ പോക്ക്. അതുവരെ കത്തിനിന്ന ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസൊക്കെ ആവിയായി പോയ പോലെ. ഒരു സ്ത്രീ തനിക്ക് നേരിട്ട അപമാനത്തിനെ മുൻനിർത്തി പരാതി കൊടുക്കുമ്പോൾ അതിനെ പൊതുമധ്യത്തിലിട്ട് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യം റേറ്റിംഗ് മാത്രമാണ് എന്ന് വ്യക്തം. കോടതിയുടെ പരിഗണനയിൽ വരുന്ന കേസിന് മറ്റൊരു വിചാരണ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തിനാണ്? മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പുറമെ ഈ അവസരം മുതലാക്കി അവരുടെ വിസിബിലിറ്റി കൂട്ടാൻ ലക്ഷ്യം വയ്ക്കുന്ന ചില പുരുഷ സംരക്ഷകരുമുണ്ടെന്നുള്ളതാണ് മറ്റൊരു ദുരന്തം. പാവം ആണുങ്ങളുടെ വിധി എന്നല്ലാതെ എന്തു പറയാൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സുപ്രധാന പങ്കുള്ള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പക്ഷേ വിസിബിലിറ്റിയോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തീരുമാനങ്ങളോ ഒന്നുമല്ല ലക്ഷ്യം. കൃത്യമായ നിരീക്ഷണത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുക, ജനങ്ങളോടും അതിൽ തന്നെ സ്ത്രീ സമൂഹത്തോടും നീതിയുക്തമായ നടപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ പുറത്താക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട്. നടപടി സ്വീകരിക്കുന്നതിൽ പാർട്ടി വൈകിയിട്ടില്ല. രാജ്യത്തു തന്നെ ആദ്യമായാണ് ഒരു പാർട്ടി ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പാർട്ടി സംവിധാനങ്ങൾ നിയമവ്യവസ്ഥയെ പകരം വയ്ക്കുന്ന ടീംസൊക്കെ കണ്ടുപഠിക്കട്ടെ. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് അവരുടെ സംഘടനയിൽ ശരിയുടെ പക്ഷത്തിൽ നിൽക്കുന്നതെന്ന്. വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുതെന്ന് പറയുന്നവർ പോലും വ്യക്തിപൂജ നടത്തിയും സ്വജന പക്ഷപാതം കാണിച്ചുമൊക്കെ അർഹരുടെ നീതി നിഷേധിക്കുന്ന കാഴ്ച നമുക്ക് സുപരിചിതമാകുമ്പോൾ, വ്യക്തിയല്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അതിന്റെ ശരി നടപ്പിലാക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഭാഗമായ സ്ത്രീകൾക്ക് അഭിമാനിക്കാം, അത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന അവരുടെ സ്വന്തം പാർട്ടിയായതിൽ. ഇനി ഈ പാർട്ടിയെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, അതിന് ജനം കൂട്ടു നിൽക്കുകയുമില്ല. ശക്തമായ ഒരു നേതൃനിരയാണ് പാർട്ടിക്ക് കേരളത്തിലുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാനും അത് ഉയർത്തിക്കാട്ടുവാനും സണ്ണി ജോസഫിനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മറ്റുള്ള പ്രമുഖ നേതാക്കൾക്കുമൊക്കെ കഴിവുണ്ടെന്ന് വീണ്ടും അടിവരയിട്ട് അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇതാണ് കോൺഗ്രസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.